നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്നൊരു അടിപൊളി പരിപ്പ് പായസം ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കുന്നതിന് ആദ്യമേ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ 2 വലിയ ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളാക്കി ഈ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. ചെറുപയർ പരിപ്പ് ഉരുളിയിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കാം. ചെറുപയർ പരിപ്പ് ചെറിയ ഫ്ലെയിമിലിട്ട് സമയമെടുത്ത് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ചെറുപയർ പരിപ്പിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഇതേ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താൽ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലാതെ പയർ കരിഞ്ഞു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. പയർ വറുത്ത അതേ ഉരുളിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് വന്നതിന് ശേഷം വറുത്തെടുത്ത പയർ നന്നായിട്ടൊന്ന് കഴുകുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പയറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ചെറുപയർ പരിപ്പ് ഇതേപോലെ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് അധികം സമയം നമുക്ക് വേണം. ഏറ്റവും കുറഞ്ഞത് ഒരു 28-30 മിനിറ്റ് നമുക്ക് വേണം ഈ പയറൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അത്രയും സമയം കളയാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇത് കുക്കറിലിട്ട് വേവിച്ച് എടുക്കാവുന്നതാണ്. ഇതേപോലെ വേവിച്ചെടുക്കുമ്പോൾ പരിപ്പ് നമുക്ക് കറക്റ്റ് പാകത്തിന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ സംടൈംസ് ഓവർ കുക്ക് ആകാനും സാധ്യതയുണ്ട്. മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂടി തുറന്ന് അതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോരായ്മയുള്ള വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ പരിപ്പ് കരിഞ്ഞു പോകും. നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ശർക്കരപ്പാനീയം ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനീയത്തിൽ കിടന്നും പരിപ്പ് ഒന്നുകൂടി ഒന്ന് വേവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു 10 to 12 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. ഒരു 12 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം പായസം ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ 2ാം പാലിൽ കിടന്ന് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. കൂടാതെ നന്നായിട്ട് പറ്റി വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിടാം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടതിന് ശേഷം നമ്മുടെ 1ാം പാല്, അതായത് നല്ല കട്ടിയുള്ള പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്ലെയിം കുറച്ചിടാം. ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫാക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ലോ ഹീറ്റിൽ വെക്കുകയോ ചെയ്യണം. 1ാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പായസം തിളയ്ക്കാനായിട്ട് പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ ലോ ഹീറ്റിൽ നിന്ന് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ്. 1ാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഏലക്ക ചതച്ചതോ ഏലക്ക പൊടിച്ചതോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 6 to 8 ഏലക്ക എടുത്ത് ചതച്ചാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്. ഏലക്ക ഇടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്കൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്ക ഇട്ടാൽ മതി. ഏലക്ക ഇട്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇനിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ആദ്യമേ ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്കതിൻ്റെ അകത്തേക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാം. കറുത്ത മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്ക് 2ഉം കൂടി കോരി മാറ്റി നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീഡിയോ കാണുന്നവർ തീർച്ചയായും ഈ പരിപ്പ് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.